ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ തേടരുത്. തനിച്ചാക്കപ്പെടുന്ന ഒരു ദിവസം അത് നിങ്ങളെ ഏകാകിയും ദുഃഖിതനുമാകും. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. ജീവിതത്തിലെ ദുഃഖങ്ങളോർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമുക്ക് ഒരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവുമുണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകളില്ലാത്തവരാണ്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയതുപോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. സമയം ഒട്ടുമില്ല. അങ്ങനെ വെറുതെ പറയുന്ന ബാലിശമായ ശൈലി ഇപ്പോൾ മുഴുവൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം ജീവിതത്തിൽ നിങ്ങൾ നേടുവാനും പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യാനുസരണം സമയം ലഭ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച ലീഡറാക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ കഴിയില്ല. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല.